Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ് എ ടോപ്പിക്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് വരാൻ സാധ്യതയുള്ള മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ പേപ്പർ വരുന്നത്, അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കണ്ടൻസിലോട്ട് ഒന്ന് കിടക്കാം. ഇതാണ് നമ്മുടെ കണ്ടൻസ് വരുന്നത്. 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക്. Then standard costing and variance analysis, block number 2. Then ABC and transfer pricing application. ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 3, ദെൻ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ്. അപ്പോൾ ആദ്യത്തെ 3 ബ്ലോക്കുകൾ പ്രോബ്ലം മിക്സ് തിയറിയും, ബ്ലോക്ക് നമ്പർ 4 പ്യുവർ തിയറി മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 1ഉം മൊഡ്യൂൾ നമ്പർ 3ഉം ആണ്. ബാക്കി ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങളില്ല എന്നല്ല. ഈ 2 മൊഡ്യൂളിൻ്റെ പ്രത്യേകത, ഉള്ള കുറച്ച് ഏരിയാസ് ആണ് ഈ പറയുന്ന 2 മൊഡ്യൂളിലും. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സ്കിപ്പ് ചെയ്യാൻ വളരെ കുറവ് മാത്രം ഏരിയാസ് ഉള്ള 2 ബ്ലോക്കുകളാണ് ബ്ലോക്ക് നമ്പർ 1ഉം 3ഉം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 2 ബ്ലോക്കുകളാണ്. നേരെ മറിച്ച് ബ്ലോക്ക് നമ്പർ 4ലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പഠിക്കണം, എന്നാലാണ് അതിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ കിട്ടുക, 1-2 ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലോട്ട് വരാം. അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 2ലാണെങ്കിലും ഒരുപാട് ഏരിയാസ് ഉണ്ട്, കുറേ നോക്കിയാലാണ് ഏതെങ്കിലും 2 ടോപ്പിക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ബ്ലോക്ക് നമ്പർ 1ഉം 3ഉം ആണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ വരും. അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, കുറേ നോക്കിയിട്ട് കുറച്ച് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് 1 ബൈ 1 ആയിട്ട് കിടക്കാം. ഇതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഈ ബ്ലോക്ക് നമ്പർ 1 പരമാവധി നിങ്ങൾ കവർ ചെയ്തോ, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും. ചില സമയത്ത് 2 എസ് ഇതിൽ നിന്ന് തന്നെ വരും. ഒരു എസ് എന്തെങ്കിലും കമ്പൽസറി ആണ്. 2 പ്രോബ്ലംസ് 2 തിയറി ചോദ്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രോബ്ലം ഇതിൽ നിന്ന് എപ്പോഴും കമ്പൽസറി ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം, ദെൻ 15 മാർക്ക് അവിടെ, ദെൻ 5 മാർക്കിൻ്റെ മിനിമം 2 ചോദ്യങ്ങൾ, 2-4 ചോദ്യങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് എന്തായാലും മിനിമം 3 വരും. അപ്പോൾ അവിടെ തന്നെ 15 ആയി, 30. ദെൻ 2 മാർക്കിൻ്റെ എന്തായാലും ഒരു 2-3 ചോദ്യങ്ങൾ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 35 മുതൽ 40 മാർക്ക്, 30 മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 1 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചിലപ്പോൾ ഇത് മാത്രം തന്നെ നന്നായി പഠിച്ചാൽ നിങ്ങൾ പാസ്സായി, ഈ ഒരു ബ്ലോക്ക് മാത്രം പഠിച്ചാൽ. ഓക്കെ, അതിൽ ആദ്യം മാർജിനൽ കോസ്റ്റ് എന്താണ് 2 മാർക്കിൻ്റെ നോക്കണം. മാർജിനൽ കോസ്റ്റിംഗ് 2 മാർക്കിൻ്റെ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ 5 മാർക്സിൽ വരുന്നൊരു ചോദ്യമാണ് മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തായാലും കവർ ചെയ്ത് പോകണം. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ വരുന്ന മറ്റൊരു തിയറി ചോദ്യമാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ മറ്റൊരു എസ് എ ടോപ്പിക്കാണ് തിയറിയിൽ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് നിർബന്ധമായും പഠിക്കുക. തിയറി എസ് എ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അതിനുള്ള പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ശരിക്കും ഈ ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്യേ, മാറിയിട്ടാണ് വരിക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ് 5 മാർക്കിൻ്റെ സ്കോപ്പ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അതിനുശേഷം ലിമിറ്റേഷൻസ് ഉണ്ട്,
ലിമിറ്റേഷൻസും 5 മാർക്കിൻ്റെ സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു തുടങ്ങല്ലേ? പഠിച്ചു തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. എങ്കിലും ഈ പറഞ്ഞ തിയറി ടോപ്പിക്സ് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് എന്തൊക്കെയാണ്? മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് വേഴ്സസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ യൂസസ്, എസ്സേക്ക് ഇടാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്ക്, ഇമ്പോർട്ടൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്ര നോക്കിയാൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 5 മാർക്സിൻ്റെ 2 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാം. എസ്സേ ഭാഗ്യമുണ്ടെങ്കിൽ ഒരെണ്ണം കിട്ടും തിയറി. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഇതിൽ ആദ്യം പറയാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ 2 പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പാർട്ട് ബിയിൽ 8 ചോദ്യങ്ങളിൽ 3 പ്രോബ്ലംസ് മിനിമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ 3 പ്രോബ്ലംസിൽ ചിലപ്പോൾ 2 പ്രോബ്ലംസ് വരെ ഇതിൽ നിന്നുണ്ടാവും, ഒരെണ്ണം എന്തെങ്കിലും കിട്ടും. നെക്സ്റ്റ് അപ്പോൾ ഇതിൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഒരുപാട് ടേമുകളുണ്ട്. ആ ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് പ്രതീക്ഷിക്കാം. കോൺട്രിബ്യൂഷൻ എന്താണ്, BP സെയിൽസ് എന്താണ്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. പിന്നെ ഈ യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് എന്താണ് BP സെയിൽസ്, അതുപോലെ തന്നെ വാരിയബിൾ കോസ്റ്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. PV റേഷ്യോ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ, മാർജിൻ ഓഫ് സേഫ്റ്റി, BP സെയിൽസ്, ഇതൊക്കെ എന്താണെന്ന് 2 മാർക്കിൻ്റെ തിയറിയും ചോദിക്കും. 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. കാൽക്കുലേറ്റ് PV റേഷ്യോ, അതുപോലെ തന്നെ സെയിൽസ് റിക്വയർഡ് ചെയ്യണേ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം, BP സെയിൽസ് കണ്ടുപിടിക്കുക, മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെ. ദെൻ എസ്സേക്ക് വരാൻ സാധ്യതയുള്ളൊരു ടൈപ്പാണിത്. ഡിറ്റർമൈൻ PV റേഷ്യോ, അതുപോലെ തന്നെ ഈ എന്താണ് സെയിൽസും പ്രോഫിറ്റും, അതുപോലെ തന്നെ സെയിൽസും ടോട്ടൽ കോസ്റ്റൊക്കെ തന്നിട്ട് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം. ഓക്കെ, ഇതൊക്കെ 5 മാർക്കിലും അതല്ലെങ്കിൽ എസ്സേക്ക് അടക്കം സ്കോപ്പുള്ള ചോദ്യങ്ങളാണ്, നിർബന്ധമായും പഠിക്കണം. BP അനാലിസിസ് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ യൂണിറ്റിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ, മാർജിൻ ഓഫ് സേഫ്റ്റി ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് 5 മാർക്കിൻ്റെ തിയറി ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ടേമുകൾ ഒരുപാടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞാൽ PV റേഷ്യോ, BP സെയിൽസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, ദെൻ കോൺട്രിബ്യൂഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, CVP അനാലിസിസ്, ഇതൊക്കെ 2 മാർക്ക് തിയറി ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ 5 മാർക്സിൽ വരുന്ന തിയറി ചോദ്യങ്ങൾ ആദ്യം പറഞ്ഞതൊക്കെ നോക്കാം. പിന്നെ എസ്സേക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 2 എസ്സേ വരെ ചിലപ്പോൾ ഇതിൽ നിന്നിടാം. ഒരെണ്ണം പ്യൂർ തിയറി, പിന്നെ ഒരെണ്ണം ഈ പറയുന്ന സിമ്പിൾ പ്രോബ്ലം. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് ഇതിൻ്റെ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി വലിയ ടൈപ്പ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇത് നേരത്തെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലോട്ട് വരാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ എസ്സേ നേരത്തെ പറഞ്ഞ സിമ്പിൾ ടോപ്പിക് ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള. എസ്സേക്ക് ശരിക്കും സ്കോപ്പ് ഉള്ളത് ഓൾറെഡി നേരത്തെ പറഞ്ഞ് പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു യൂണിറ്റിൽ. അപ്പോൾ 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ യൂണിറ്റ് നമ്പർ 1ലും എസ്സേക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്നും ചോദിക്കാം. എസ്സേ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് നമുക്ക് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. ഇതിലിപ്പോൾ ചില ഐറ്റംസ് ആണ് ഇത്. ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, ചില ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തില്ല. ആക്സെപ്റ്റിംഗ് അഡീഷണൽ ഓർഡേഴ്സ്, ഈ ആക്സെപ്റ്റിംഗ് അഡീഷണൽ ഓർഡേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമോ മേക്ക് ഓർ ബൈ ഡിസിഷനോ, ഇതിലേതെങ്കിലുമൊക്കെ ആവാം ഈ പറയുന്ന 15 മാർക്കിൻ്റെ എസ്സേക്ക്. കീ ഫാക്ടർ അനാലിസിസ് ഉണ്ട്. അപ്പോൾ എസ്സേ ഒന്നുകിൽ ഇത് ഈ രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണം, അതല്ലെങ്കിൽ യൂണിറ്റ് നമ്പർ 1ൽ നിന്ന്. അപ്പോൾ എസ്സേക്ക് കൂടുതൽ സ്കോപ്പ് യൂണിറ്റ് നമ്പർ 2 ആണ്. പ്രോബ്ലത്തിൽ ചില സമയത്ത് അതിൽ നിന്ന് തന്നെ സിമ്പിളായിട്ടുള്ള എസ്സേ ഇടാം. അപ്പോൾ യൂണിറ്റ് നമ്പർ 1 പഠിച്ചാലേ ഇതിൻ്റെ ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിലേതൊക്കെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. അഡീഷണൽ ഓർഡേഴ്സ് വരുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്സെപ്റ്റിംഗ് അഡീഷണൽ ഓർഡേഴ്സ് ഓർ നോട്ട്, അതൊരു പ്രോബ്ലം ടൈപ്പ്. മേക്ക് ഓർ ബൈ ഡിസിഷൻ ഉണ്ട്, കീ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ആവാനാ സാധ്യത കൂടുതൽ കേട്ടോ.
സോ ദാറ്റ്സ് അബൌട്ട് മാർജിനൽ കോസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ബ്ലോക്ക് പഠിച്ചാൽ തന്നെ, ഇത് പഠിക്കാൻ അധികം സമയം വേണ്ട, ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ് മാർക്ക് അല്ല അതിനായിട്ട് കൂടുതൽ ചിലപ്പോൾ കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു യൂണിറ്റിൻ്റെ ക്ലാസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മുടെ അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യാം. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വാരിയൻസ് അനാലിസിസ് ആണ് അടുത്തതായിട്ടുള്ള ബ്ലോക്ക്. 4 യൂണിറ്റ് ഉണ്ട്. ബട്ട് ഇതിൽ മെയിനായിട്ട് ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ കണ്ടുവരാറ്. മെറ്റീരിയൽ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. മെറ്റീരിയൽ വാരിയൻസ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, വാരിയൻസ് ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. ഈ 4 വാരിയൻസും എന്താണെന്നുള്ളത് നോക്കണം 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക്. പിന്നെ ഈ 4 വാരിയൻസിൽ ഏതെങ്കിലും ഒരു വാരിയൻസിൻ്റെ കാൽക്കുലേഷനാണ് നമുക്ക് 5 മാർക്കിനെല്ലാം പ്രതീക്ഷിക്കേണ്ടത്. അത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ ലേബർ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ 2 മാർക്കിൻ്റെ ചോദ്യം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ് നിർബന്ധമായും പഠിക്കുക. 5 മാർക്സിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യം നീഡോ അതല്ലെങ്കിൽ പ്രോസസ്സോ എന്തായാലും ഉണ്ടായിരിക്കും. ഇതിലിപ്പോൾ 4 പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 മാർക്കിലേക്ക് പോകുന്ന അറിയില്ല. അപ്പോൾ പ്രോസസ്സോ നീഡോ 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് പ്രോബ്ലമാണ് വരുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്താണ് എന്നുള്ളത് തിയറിക്കും ചോദിക്കാം. തിയറി ചോദിച്ചാൽ ഇക്വേഷൻ എഴുതി വെച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതും ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, പ്രൈസ്. അപ്പോൾ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമാണ് വരാം. മെറ്റീരിയലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മെറ്റീരിയൽ പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെറ്റീരിയൽ ഉണ്ട്, മെറ്റീരിയൽ മിക്സ്, ഇക്വേഷൻസിൻ്റെ കളിയാണ് ഇതിൽ വരുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഒന്നെങ്കിൽ 5 മാർക്ക്, കൂടുതൽ ഞാൻ 5 മാർക്കിൻ്റെയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എസ് എടുത്തിടുമോ എന്നറിയില്ല. മെറ്റീരിയലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ കോസ്റ്റ്, പ്രൈസ്, ഈൽഡ്, മിക്സ് ഒക്കെ കൂടിയിട്ട്. അപ്പോൾ കൂടുതൽ 5 മാർക്സിൻ്റെയിലാണ് പ്രതീക്ഷിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. ഇനി മെറ്റീരിയൽ പഠിച്ചാൽ ഞാൻ പറഞ്ഞു ലേബർ ഈസി ആയിട്ട് കിട്ടും. അതിൽ ലേബർ റേറ്റ് വാരിയൻസോ ലേബർ കോസ്റ്റ് വാരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ മെറ്റീരിയലോ ലേബറോ ഇതിലേതെങ്കിലും ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നു. വാരിയൻസിൽ നിന്ന് ഞാൻ അങ്ങനെ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. ഇതിന് മാറ്റി പിടിക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയാൽ മതി. ഈ പറയുന്ന വാരിയബിൾ ഓവർഹെഡ് ഉണ്ട്, പിന്നെ സെയിൽസ് വാരിയൻസ് എന്താണെന്ന് നോക്കി വെച്ചോളൂ. എന്താണ് തിയറിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതെന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യണില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അതാണ് കണ്ടുവരാറ്. ഇനിയിപ്പോൾ ഓപ്ഷൻ മാറ്റി ഒരെണ്ണം ഇതിൽ നിന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് വേറെ 8 എണ്ണത്തിൽ 5 എണ്ണം എഴുതിയാൽ മതി, വേറെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 2. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2 ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാം. മെറ്റീരിയൽ കോസ്റ്റും മെറ്റീരിയൽ വാരിയൻസും ലേബർ വാരിയൻസിലോട്ട് ഫോക്കസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്യുവർ തിയറി നോക്കാം. ഓക്കെ, മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ABC ആൻഡ് ട്രാൻസ്ഫർ പ്രൈസിങ്. അപ്പോൾ ഇതിൽ 2 ടോപ്പിക്സ് ആണ്, ABC, ട്രാൻസ്ഫർ പ്രൈസിങ്. 2ൽ നിന്നും എസ് ഇടാം ഓരോന്ന്. ഇതിൽ ABCയിൽ നിന്നാണ് പ്രോബ്ലം ആയിട്ട് നമ്മളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ നിന്ന് കൂടുതൽ തിയറിയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ABC എന്താണ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ്, തിയറി നിർബന്ധമായും പഠിക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് കാണാം, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് കാണാം. അപ്പോൾ ഈ പറയുന്ന സംഭവം 5 മാർക്കിൻ്റെ തിയറി ചോദിക്കുന്നതിന് പകരം എസ്സേ ആയിട്ടും ചോദിക്കാൻ സ്കോപ്പ് ഉണ്ട്. എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ എസ്സേ തിയറി ഇടാം, അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇടാം. ഞാൻ പറഞ്ഞതാണ് ബ്ലോക്ക് നമ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ സ്കോപ്പ് ഉള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ABCയും അതുപോലെ തന്നെ ട്രഡീഷണൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 5 മാർക്സിൻ്റെ കേട്ടോ. തിയറിയിൽ പിന്നെ കാണാൻ സാധിക്കുന്ന പർപ്പസ് ഓഫ് ABC ആണ്, അഗെയിൻ 5 മാർക്സ് ആണ്. തിയറികൾ മാറ്റി ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ പറഞ്ഞ തിയറികൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. പിന്നെ പ്രോബ്ലം ആണ്, ഇതിൽ നിന്നുള്ളൊരു പ്രോബ്ലം ആണ് നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. എസ്സേക്ക് പ്രോബ്ലം ഒരെണ്ണം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്.
പ്രോബ്ലം ആയിട്ട്. അപ്പോൾ 2 പ്രോബ്ലം എന്ന് പറയുന്നത് ഒരെണ്ണം മാർജിനൽ കോസ്റ്റിംഗ്, ഒരെണ്ണം ഇത് മാറ്റി മാറ്റി ഇടാം. അപ്പോൾ എന്തായാലും 3 പ്രോബ്ലം ടോപ്പിക്സ് ആണ് വരുന്നത്. ഓവർ ഹെഡ്, അതുപോലെ ഓവർ ഹെഡ് അല്ല, വാരിയൻസ്, അത് മെറ്റീരിയൽ ലേബർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ദെൻ മാർജിനൽ കോസ്റ്റിംഗ്, കമ്പൽസറി എസ്സേ, പിന്നെ ഇതിൽ 3 എണ്ണത്തിൽ 2 എണ്ണം പ്രോബ്ലം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. അപ്പോൾ ഈ പറയുന്ന യൂണിറ്റിൽ നിന്ന് നമുക്ക് എന്താ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ തിയറി, അവർ മാറ്റിപ്പിടിച്ച് തിയറി ഇടാണെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് അതാവാം, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സും കൂടി. ദെൻ അതല്ലെങ്കിൽ പ്രോബ്ലം, ഇതായിരിക്കാം. ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. മൂവിങ് ടു ട്രാൻസ്ഫർ പ്രൈസിങ്. ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്? 2 മാർക്കിൻ്റെ തിയറി, അതിനുശേഷം ഫാക്ടേഴ്സിൻ്റെ 2 മാർക്കിൽ, അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ഇതിൽ നിന്നൊരു തിയറി ഇടുന്നുണ്ടെങ്കിൽ എസ്സിക്ക്. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്, 6 മെത്തേഡ് ഉണ്ട്. 2 രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ ഈ മെത്തേഡ്സ് എസ്സിക്ക് തിയറി ആയിട്ട് ചോദിക്കാം, അപ്പോൾ ഓരോ മെത്തേഡിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് 5 മാർക്കിൻ്റെ സെപ്പറേറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഏതാ, 5 മാർക്ക്. 2 സ്കോപ്പാണോ, ഒന്നെങ്കിൽ എസ്സേ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഈ യൂണിറ്റ്. ഇതിങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതാണ്. അപ്പോൾ ആദ്യം മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് കാണാം. ഓക്കെ, അതിനുശേഷം രണ്ടാമത് മാർജിനൽ കോസ്റ്റ് ട്രാൻസ്ഫർ പ്രൈസിങ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. ഫുൾ പ്രോഡക്റ്റ് കോസ്റ്റ് മെത്തേഡ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. ഓക്കെ, ഓരോന്നിൻ്റെയും ഇതുപോലെ കോസ്റ്റ് പ്ലസ് മാർക്കറ്റ് പ്രൈസിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്. അതിനുശേഷം നെഗോഷ്യബിൾ ട്രാൻസ്ഫർ പ്രൈസിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്. മാർജിനൽ, അപ്പോൾ ഒന്നെങ്കിൽ എസ്സേ അതല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, എസ്സേക്ക് അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ തിയറി ആയിട്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ടോപ്പിക് കേട്ടോ. ഈ യൂണിറ്റിൽ നിന്ന് നമ്മളിതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക, എസ്സേക്കും അതുപോലെ തന്നെ 5 മാർക്കിനും സ്കോപ്പ്. അപ്പോൾ നിങ്ങൾ ഈ 3 യൂണിറ്റ് പഠിക്കുമ്പോൾ എന്താ, നിങ്ങൾ 3 ബ്ലോക്കുകൾ പഠിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ, ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പാസ് മാർക്ക് മാത്രം എങ്കിലും വേണമെന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാടുണ്ട്. യൂണിറ്റ് നമ്പർ 1 പഠിക്കുക, വളരെ പെട്ടെന്ന് കഴിയും. ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1, ദെൻ ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1ഉം 2ഉം ഈക്വലാ, ഈസി ആയിട്ട് അവസാനിപ്പിക്കാം. ദെൻ ബ്ലോക്ക് നമ്പർ 3 പോണ സമയത്ത് ABCയുടെ തിയറി പഠിച്ച് അവസാനിപ്പിക്കുക. പ്രോബ്ലം പഠിക്കാൻ ടൈമില്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ തിയറിയും പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പം തന്നെ 80% മാർക്കായി, ഓക്കെ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്, പഠിച്ച് അവസാനിപ്പിക്കാൻ എളുപ്പമാണ്. മനസ്സിലായോ? ഈ പറയുന്ന ടോപ്പിക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചോദ്യമായിട്ട് എക്സാമിന് ഉണ്ടായിരിക്കും. അതാണ്. നേരെ മറിച്ച് ബ്ലോക്ക് നമ്പർ 4 പോകുമ്പോൾ കുറേ പഠിച്ച് എന്തെങ്കിലും ഒരെണ്ണം കിട്ടിയാലായി. അതാണ്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ബട്ട് അതിൽ ഏതായിരിക്കും വരാമെന്നുള്ളത് നമുക്ക് 100% പറയാൻ വളരെ പാടാണ്. കാരണം 4 യൂണിറ്റിൽ ഒരുപാട് തിയറി ചോദ്യങ്ങളാണ്. നേരെ മറിച്ച് ഇതുവരെ ഞാൻ പറഞ്ഞതിൽ അങ്ങനെയല്ല, ഉള്ള ടോപ്പിക്കുകളൊക്കെ ചോദിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്? 2 മാർക്കിൻ്റെ തിയറിക്ക് നോക്കി വയ്ക്കുക. CSB കേട്ടോ, എന്താണെന്ന് നോക്കണം. പിന്നെ കീ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, എസ്സേക്ക് ഇടാൻ പാകത്തിന് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ്. എടുത്തിടുമെന്ന് അറിയില്ല, പക്ഷേ ചോദിച്ചാൽ എഴുതേണ്ടതെന്ന് ഞാൻ പറയാനുള്ള ഒരുപാടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യങ്ങൾ കണ്ടോ, ഇതിനായിട്ടും ഭേദം പ്രോബ്ലം ചെയ്യുക. 10-24 എണ്ണം ഉണ്ട്. അങ്ങനത്തെ ഒരെണ്ണം ചെയ്യാനായിട്ടും ബെറ്റർ പ്രോബ്ലത്തിലോട്ട് പോകാനാണ്. ഇനി നെക്സ്റ്റ് 5 മാർക്സിൻ്റെ ഒരു തിയറി ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, 5 മാർക്കിൻ്റെയിലേക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അതുപോലെ തന്നെ റവന്യൂ മാനേജ്മെൻറ്റ് എന്താണ്? 2 മാർക്കിൻ്റെ തിയറി, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെയിലേക്കും സ്കോപ്പുള്ളതാണ്. റവന്യൂ മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇത് സിഗ്നിഫിക്കൻസ് ഓഫ് റവന്യൂ മാനേജ്മെൻറ്റ് 5 മാർക്സിൻ്റെയിലേക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ്. റവന്യൂ മാനേജ്മെൻറ്റ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്
അതാണ് യൂണിറ്റ് നമ്പർ 1. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ നെക്സ്റ്റ് EPM ആണ്. അപ്പോൾ SA 4 ബ്ലോക്കിനെയും ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ബ്ലോക്ക് 4 ബ്ലോക്കിൽ നിന്ന് ഓരോ ചോദ്യം ഇടുകയാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്കിപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ തിയറി പറഞ്ഞ പോലെ തന്നെ മറ്റൊരു SA സ്കോപ്പുള്ള ടോപ്പിക്കാണ് എൻ്റർപ്രൈസ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ EPM എന്താണ് 2 മാർക്കിൻ്റെ നോക്കുക. അതിൻ്റെ സിഗ്നിഫിക്കൻസ് നിർബന്ധമായും പഠിക്കുക. സിഗ്നിഫിക്കൻസ്, ആപ്ലിക്കേഷൻസ്. അപ്പോൾ SAക്ക് തിയറി ഇടാൻ സ്കോപ്പുള്ള ഒരു ടോപ്പിക്ക് ഈ ബ്ലോക്കിൽ നിന്ന് ഇതാണ്. EPM എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ബെനഫിറ്റ്സ് ഉണ്ട് കേട്ടോ, ബെനഫിറ്റ്സ്. ഇതാണ് SAക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്ക്. ചലഞ്ചസ്, EPM ആണ് മറ്റൊരു SA ടോപ്പിക്. ഐ റിപ്പീറ്റ്, EPMൽ നിന്ന് എന്താണ് എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ചലഞ്ചസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു SAയോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കും. അപ്പോൾ ഈ 2 യൂണിറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു ഇതായി. ഇനി സ്ട്രാറ്റജിക് കൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിന് വേണമെങ്കിൽ വരാം. ഇപ്പോൾ സ്ട്രാറ്റജിക് മാപ്പ് എന്താണ്, ഡ്രൈവർ കോസ്റ്റ് ബജറ്റിംഗ്, ABC നേരത്തെ നമ്മൾ പറഞ്ഞു, കൈസൺ എന്താണ്, ബിസിനസ് ഇൻ്റലിജൻസ് എന്താണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നോക്കിയിട്ടാണ് എന്തെങ്കിലും കിട്ടുക. അപ്പോൾ ബിസിനസ് ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കിയോ, 2 മാർക്കിൻ്റെ തിയറിക്ക് ചോദിക്കാം. BI എന്താണെന്നുള്ളത്, ഡ്രൈവർ കോസ്റ്റ് ബജറ്റിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ നോക്കി വയ്ക്കുക മിനിമം. മൊത്തം നോക്കി അവസാനിപ്പിക്കാൻ ടൈമില്ലെങ്കിലും. ദാറ്റ്സ് അബൌട്ട് ആ യൂണിറ്റ്. ടേമുകൾ നോക്കി വയ്ക്കുക കേട്ടോ. ലാസ്റ്റ് ബിഹേവിയറൽ കോസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ബിഹേവിയറൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് 2 മാർക്കിൻ്റെ നോക്കാം. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്താണ്, 2 മാർക്ക് ചോദ്യം. ഒരു 5 മാർക്സ് സ്കോപ്പ് ഉള്ളത് ബിഹേവിയറൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് മറ്റൊരു ടോപ്പിക്കായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നോക്കാം. സ്കിൽ ഡെവലപ്മെൻറ്റ് 2 മാർക്കിൻ്റെ തിയറിക്ക് നോക്കി വയ്ക്കാം. ദെൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് 2 മാർക്ക് തിയറി. ദെൻ അതിനുശേഷം ഈ ഒരു ടോപ്പിക്കാണ് ലാസ്റ്റ് നമുക്കിതിൽ മെയിനായിട്ട് കാണാൻ സാധിക്കുക, ടെക്നോളജിക്കൽ പ്രൊഡക്ഷൻ ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഇതിലേക്ക് പോയാൽ മതി. ഇപ്പോൾ ഇത് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഓപ്ഷൻസ് വേറെ ഉണ്ട്. ബെഞ്ച് മാർക്കിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ നോക്കാം കേട്ടോ. ബെഞ്ച് മാർക്കിംഗ് ഇതൊക്കെ ഒരുപാട് കവർ ചെയ്യാനുണ്ട് ലാസ്റ്റ് ഏരിയയിൽ, കണ്ടോ. അപ്പോൾ ടൈമിൻ്റെ ബേസിൽ ബാക്കിയുള്ള തിയറിയിലോട്ട് പോവാം. അപ്പോൾ ഞാനൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിലും ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതൊന്നും കൂടിയും സമ്മപ്പ് ചെയ്ത് പറയുകയാണ്. നിങ്ങൾ എന്തൊക്കെ പഠിക്കുക, ഇൻട്രൊഡക്ഷൻ ടു മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നമ്പർ 1 പഠിക്കുക. അധികം സമയം വേണ്ട, നമ്മുടെ ക്ലാസ്സിൽ അത് പക്കയായിട്ട് എടുത്തു കൊടുത്തിട്ടുള്ളതാണ്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ മെറ്റീരിയൽ ലേബർ നോക്കാം. മറ്റേന്ന് ചോദിക്കൂല്ലോ നമുക്കറിയില്ല. മെറ്റീരിയൽ ലേബർ പഠിച്ചാൽ തന്നെ സംഭവം സൂപ്പറായിട്ട് കിട്ടും. ദെൻ അതിനുശേഷം ABCയുടെ തിയറി നോക്കാം. പ്രോബ്ലവും വരും, തിയറിയും വരും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ തിയറി നോക്കിയതിന് ശേഷം ടൈമിൻ്റെ ബേസിൽ പ്രോബ്ലം നോക്കണം. ട്രാൻസ്ഫർ പ്രൈസിങ് നോക്കാം, തിയറി. ഒന്നുകിൽ അത് SAക്ക് ഇടും അല്ലെങ്കിൽ 5 മാർക്കിന് ഇടും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നോക്കാൻ അധികം ടൈം വേണ്ട. അപ്പോൾ അത് ഇനിയുള്ള ദിവസങ്ങൾ നോക്കിയാൽ തന്നെ ഇതൊക്കെ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഏരിയയിലോട്ട് പോവുക. ഈ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റിലോട്ട് പോകുമ്പോൾ 4 യൂണിറ്റ് ഉണ്ട്. അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ സിമ്പിൾ തിയറി ഇമ്പോർട്ടൻസും കാര്യങ്ങളും നോക്കുക. EPM നോക്കുക. 5 മാർക്കോ അല്ലെങ്കിൽ SAക്കോ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആ ഏരിയാസ്. ഓക്കെ, പിന്നൊക്കെ ടീമുകളാണ്. സോ ദാറ്റ്സ് അബൌട്ട് എനിക്ക് ഇമ്പോർട്ടൻസിൽ പറയാനുള്ളത്. അപ്പോൾ ചിലരുടെ അടുത്ത് ചോദിക്കും, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, അതല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് ആണോ, ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യമാണോ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് മാറി ഇടുന്നതാണ്. എന്തായാലും 2-3 ടോപ്പിക്കല്ലേ ഉള്ളൂ. അപ്പോൾ ആ 2-3 ടോപ്പിക്കുകൾ നോക്കാം. അതിൽ നിന്ന് 2 എണ്ണം വരണം ഒക്കെ കിട്ടും. ഇനി 3 ടോപ്പിക്ക് അല്ലെങ്കിൽ 4 ടോപ്പിക്ക് പഠിച്ചാൽ 2 ചോദ്യം എന്തായാലും വരുമെന്ന് പറയുമ്പോൾ പിന്നെ അത് എന്തായാലും നോക്കാം. ഓക്കെ, ഇനി ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. അതിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദ്യങ്ങൾ പറയും. സോ ആ ഒരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.